ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ വന്ന് ഭവിച്ചിരിക്കുന്ന പ്രശ്നത്തെ പരിഹരിക്കുന്ന വിധത്തിലുള്ളൊരു സിസ്റ്റം ഓവറോൾ നടപ്പാക്കാൻ ആവശ്യമായ ഒരു സമരമോ ജനകീയ മുന്നേറ്റമോ നടന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയോ പൊതുജനങ്ങളുടെയോ സ്കോപ്പ് ഇടുങ്ങിയിരിക്കുകയാണ്, സ്കോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ നിയമ ഭേദഗതിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ പറയുന്ന നിയമ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. ഒന്ന്. രണ്ട്, കോടതികൾ തന്നെ ആ കാര്യത്തിൽ വളരെ റിലക്റ്റൻ്റാണ്. കമ്മീഷനെ ഭരണഘടന ഏൽപ്പിച്ചിട്ടുള്ള പണി അവർ ചെയ്യട്ടെ, ഞങ്ങളതിൽ ഇടപെടേണ്ടതില്ല എന്നാണ് കോടതികളുടെ പൊതുവെയുള്ള സ്റ്റാൻഡ്. പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകട്ടെ വിധികൾ ഭാരതീയമാകണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരമേറ്റെടുത്ത ആളാണ്. ഇങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഈ ഒരു ചെക്ക് ആൻഡ് ബാലൻസ്, ജനാധിപത്യത്തിൽ ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന പരിപാടി, എക്സിക്യൂട്ടീവിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ നമുക്കിപ്പോൾ നിവൃത്തിയില്ല. എക്സിക്യൂട്ടീവിനെതിരെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയാലും സുപ്രീം കോടതി അതിൽ ഇടപെടാറില്ല. നമുക്കറിയാം, കഴിഞ്ഞൊരു 5-6 വർഷമായിട്ടുണ്ടായിട്ട് വിധികൾ നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കൗണ്ടബിൾ ആക്കാൻ ജനങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ കഴിയുന്നില്ല. പോയി നേരിട്ട് കണ്ട് സംസാരിച്ചാൽ പോലും വേണ്ടത്ര മറുപടികൾ ലഭിക്കുന്നില്ല. നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തൃണമൂൽ കോൺഗ്രസ്സുകാർ പോയി കണ്ടിട്ട് ഞങ്ങൾക്കൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എഴുതിയായി തയ്യാറാക്കുന്ന പരാതികൾക്ക് മറുപടിയില്ല. ചോദ്യം ചോദിച്ചാൽ, പരസ്യമായ വാർത്താസമ്മേളനം നടത്തി ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ ഇനി മറ്റു വഴികളൊന്നുമില്ല. ഒരു സിസ്റ്റം ഓവറോൾ ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ വന്ന് ഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തെ പരിഹരിക്കുന്ന വിധത്തിലുള്ളൊരു സിസ്റ്റം ഓവറോൾ നടപ്പാക്കാൻ ആവശ്യമായ ഒരു സമരമോ മുന്നേറ്റമോ ജനകീയ മുന്നേറ്റമോ നടന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നുള്ളൂ. വളരെ നിരാശാജനകമാണ് ഇപ്പോഴത്തെ അവസ്ഥ.